ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ദേവാലയത്തിലെ ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ അൾത്താര ശുശ്രൂഷ ചെയ്ത ബാലൻ വന്നിട്ട് ചോദിച്ചു, അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ എന്നെ അറിയൂ? ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛനെ അപ്പ വിളിക്കാറുണ്ട്. ഞാൻ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് വിളിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കുട്ടിയാണ് അവനെന്ന്. ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം. അവൻ എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി പോയി. വീട്ടിൽ കയറി ചെന്നപ്പോൾ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അവൻ്റെ അപ്പൻ, ക്യാൻസർ ബാധിതയായിട്ടുള്ള അവൻ്റെ അമ്മ, അവൻ്റെ 2 ചേച്ചിമാർ, ഒരു വൈദികൻ എന്ന നിലയിലുള്ള എൻ്റെ ഉത്കണ്ഠ ഞാൻ പറഞ്ഞു. ഞായറാഴ്ച ദിവസം ഇതുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചു. ആ അപ്പം പറഞ്ഞു, ഞങ്ങൾ ഞായറാഴ്ച ദേവാലയത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഇവിടുന്ന് പോകാറില്ല. രോഗത്തിൻ്റെ കാര്യമാണേലും ഞാൻ ഓട്ടോ ഓടിക്കാറില്ല, കുട്ടികൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇവിടുന്ന് പോകാറില്ല. ഞങ്ങൾ ഞായറാഴ്ച ഒന്നിച്ച് ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി പള്ളിയിൽ പോകും, കാറ്റീസത്തിന് പോകും, 1 മണിക്കൂർ നിത്യാരാധനയിൽ പോയിരിക്കും, ഭക്ഷിക്കും, കുറച്ച് നേരം ചിലപ്പോൾ TV കാണും, പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് നേരം മൊബൈൽ കാണും. കട്ടക്കടം, തീര രോഗങ്ങൾ, നീളുന്ന ബാധ്യതകൾ. എങ്കിലും ആണ്ടുവട്ടം 20-ാം ഞായറിലെ ഈ തിരുവചനങ്ങൾ വായിച്ചപ്പോൾ ഈ ഒരു കുടുംബം മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 1, 6, 7 തിരുവചനങ്ങളിൽ വചനം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: കർത്താവ് അരുളിച്ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക, ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസനായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെ ഞാൻ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ കനാൻകാരി സ്ത്രീയുടെ വിശ്വാസവും അവളുടെ കുഞ്ഞിന് ലഭിക്കുന്ന സൗഖ്യവുമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സുവിശേഷ ഭാഗം നോഹയുടെ പുത്രൻ ഹാമിൻ്റെ വംശം പരമ്പരയിലെ കാനാൻ്റെ വംശത്തിൽപ്പെട്ടതാണ് കാനാൻകാരി സ്ത്രീ. ശപിക്കപ്പെട്ട വർഗം എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടുത്തുന്ന ഒരു കുടുംബം. പക്ഷേ ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മളൊരു 5 പ്രധാന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും. നിരാശയിലും പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ഇന്ന് രോഗങ്ങൾ നീണ്ടാൽ, തടസ്സങ്ങളുണ്ടായാൽ, വിവാഹ തടസ്സം, ജോലി തടസ്സം, സാമ്പത്തികമായ തടസ്സം, വിദ്യാഭ്യാസ തടസ്സങ്ങൾ, ഇതൊക്കെ നീറുമ്പോൾ നിരാശപ്പെട്ട് മാനസാന്തരങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് കരുതി ഒക്കെ നിരാശപ്പെട്ട് പ്രാർത്ഥന അവസാനിപ്പിച്ച് കളയുന്ന, മറ്റു വിശ്വാസങ്ങളിലേക്ക് പോകുന്ന ചില ചിന്തകൾ നിലനിൽക്കുമ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളെ ഒത്തിരി കോരിത്തിരിപ്പിക്കുന്നതാണ്. രണ്ടാമത്, മറുപടി വൈകിയാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഈ കാനാൻകാരി സ്ത്രീ അപ്രകാരമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു വൈഫൈ കണക്ഷനിൽ നിൽക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരല്പം നീണ്ടതാണെങ്കിൽ ഇച്ചിരി സമയമെടുത്തേക്കാം. പക്ഷേ വിശ്വാസത്തിൻ്റെ സിഗ്നൽ വിട്ടുപോകരുത്. അങ്ങനെയുണ്ടെങ്കിൽ അത് വൈകുന്നു എന്ന് കരുതിയിട്ട് വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നവരും ആവുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളെ നയിക്കുന്നുണ്ട്. മൂന്നാമത്, ദൈവത്തിൻ്റെ മുമ്പിൽ വിനയത്തോടെ താഴ്മയോടെ വരിക എന്നുള്ളത്. വിശുദ്ധ കാർമലിലെ അമ്മ ത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ വേണ്ടപ്പെട്ട പ്രധാന ഒരു കാര്യമാണ് എളിമ, ഹ്യൂമിലിറ്റി. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു താഴ്മ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. നാലാമത്, യേശുവിനെ കർത്താവായി അംഗീകരിച്ച് അവനിൽ ആശ്രയിക്കുക. കനാൻകാരി സ്ത്രീ ക്യൂരിയോസ്, കർത്താവെ, ദാവീദിൻ്റെ പുത്ര എന്ന് നിലവിളിച്ചുകൊണ്ടാണ് ഈശോയുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. രക്ഷകനായ ഒരു പ്രവാചകനായിട്ടല്ല, മറിച്ച് ഒരു രക്ഷകനായിട്ടുള്ള ക്രിസ്തുവിനെയാണ് കാനാൻകാരി സ്ത്രീ അവനിൽ കാണുക. ഉദ്ധിതനായ ഈശോ. ഇപ്രകാരമുള്ളൊരു വിശ്വാസം, എന്നെ രക്ഷിക്കാൻ കഴിയുന്ന, എന്നെ ഉയർത്താൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ വരുന്നതെന്നുള്ള കുറച്ച് ബോധ്യത്തോടു കൂടി അനുഗമിക്കുക എന്നുള്ളത്. അഞ്ചാമത്, വലിയ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നവനെ യേശു നിരസിക്കുകയില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഈശോ 28-ാമത്തെ തിരുവചനത്തിൽ പറയുക, നിന്റെ വിശ്വാസം വലുതാണ്. ഇത്ര വലിയ വിശ്വാസത്തോടു കൂടി കടന്നു വരുന്നവനെ ദൈവത്തിന് ഉപേക്ഷിക്കാനായിട്ട്, അവൻ്റെ പ്രാർത്ഥനയെ നിരസിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന, അനുസ്മരിക്കുന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ, വിശുദ്ധ മോനിക്കയുടെയും ജീവിതം നമ്മൾ നോക്കിക്കേ. തൻ്റെ പുത്രന് വേണ്ടി വിശ്വാസത്തോടെ കണ്ണുനീരോടെയുള്ള സ്ഥിരമായ പ്രാർത്ഥന. ഇത്രയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകൻ നശിച്ചു പോകില്ല എന്നുള്ളൊരു വാക്ക്, അത് വിശ്വസിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ദൈവം കാണാൻ കഴിയാത്ത സമയത്തും പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടും, ഇന്ന് അടഞ്ഞുപോയ വാതിൽ നാളെ തുറക്കപ്പെടുന്ന ഒരു അനുഗ്രഹമായി മാറും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ദൈവത്തെ അനുഗമിക്കുവാനായിട്ട് ഈ സുവിശേഷ ഭാഗവും ഈ ഞായറും നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഇന്നത്തെ 2ാമത്തെ വായനയിൽ നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം 13, 15, 29, 32 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഈ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് മനസ്സിലാകും. ഒരാൾ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് തോന്നിയെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് വീണ്ടും ഉയർത്താനും തിരികെ കൊണ്ടുവരുവാനും സാധിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം ഒരാളെ തള്ളിക്കളഞ്ഞെന്ന് തോന്നിയേക്കാം. നമുക്ക് ആദത്തിൻ്റെ ഔവയുടെയും കാര്യം, അബ്രഹാം, ജോബിൻ്റെ ജീവിതത്തിൽ ഒക്കെ ദൈവം ഇതുപോലെ മാറ്റി നിർത്തുന്നു, തള്ളിക്കളഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ അവസാനിക്കുന്നില്ല. ദൈവം വീണ്ടും നമ്മളെ കൈപിടിച്ചുയർത്തും, തിരികെ കൊണ്ടുവരും കഴിയുള്ള ഒരു ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ തിരിച്ചറിവ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണേ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ജീവിതം കൊണ്ട് പ്രകടമാകുകയും ചെയ്യുന്ന ഒരു ജീവിതത്തെ ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കൊളോസ്സോസ് 4:2 കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. 116-ാം സങ്കീർത്തനം 6-ാം തിരുവചനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ആമേൻ. വചനജായ 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 വചനജായ